ഹായ് വാട്സപ്പിൽ 2023 ഒട്ടനവധി കിടിലൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. നമ്മളിൽ ഒരുപാട് പേരും കാത്തിരുന്ന പല കിടിലൻ ഫീച്ചറുകൾ ഇനിയാണ് വരാൻ പോകുന്നത്. സോ ഏതൊക്കെയാണ് ആ പുതിയ മാറ്റങ്ങൾ, വാട്സപ്പിൽ വരാൻ പോകുന്ന പുതിയ മാറ്റങ്ങൾ, നമുക്ക് ഈ വീഡിയോയിലൂടെ അതൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് വാട്സപ്പിൽ നമ്മളൊരു ഇമേജ് സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഫുൾ ക്വാളിറ്റി കിട്ടണമെങ്കിൽ ഡോക്യുമെൻ്റ് ആയിട്ട് അയക്കണം, അല്ലെങ്കിൽ സെറ്റിംഗ്സിനകത്ത് HD എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം. എന്നാലും കംപ്രസ്ഡ് ആണ്, ഒറിജിനൽ ക്വാളിറ്റിയിലൊന്നും പോവില്ല. വാട്സപ്പിൽ ആ ഒരു ലിമിറ്റേഷൻ കാലങ്ങളായിട്ടുണ്ട്. എന്നാൽ ഇനി അത് മാറാൻ പോവുകയാണ്. വാട്സപ്പ് അതിൻ്റെ ഡെവലപ്മെൻറ്റിലും കാര്യങ്ങളിലുമാണ്. ഇനി അങ്ങോട്ട് വാട്സപ്പിൽ നമുക്ക് ഒറിജിനൽ ഇമേജ് അങ്ങനെ തന്നെ എടുത്തിട്ട് അയച്ചു കഴിഞ്ഞാൽ അവിടെ ഒറിജിനലായിട്ട് തന്നെ മറ്റേ ആൾക്കത് റിസീവ് ആകുന്ന ഒരു അവസ്ഥയാണ് വരാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് ക്വാളിറ്റി കുറയ്ക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ അവിടെ തന്നെ അയക്കുന്ന മെസ്സേജിൻ്റെ സൈഡിൽ തന്നെ കാണുമെന്നാണ് പറയുന്നത്. സെറ്റിംഗ്സിലൊന്നും പോയി മാറ്റേണ്ട ആവശ്യമില്ല. സോ ഫുൾ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഇമേജുകൾ വരും ദിവസങ്ങളിൽ വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മാറ്റം, എല്ലാവരും കാത്തിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, ഒരു വാട്സപ്പ് വേറൊരു ഫോണിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരു തലവേദനയാണ് ശരിക്കും. ബട്ട് ഇനി ആ പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. നമുക്കൊരു QR കോഡ് വരും. ആ QR കോഡ് വെച്ചുകൊണ്ട് പുതിയ ഫോണിലെ വാട്സപ്പ് സ്കാൻ ചെയ്താൽ ഈസി ആയിട്ട് അങ്ങോട്ട് മുഴുവൻ ചാറ്റും മാറുമെന്നാണ് പറയുന്നത്. സോ ബാക്കപ്പിൻ്റെ ഒന്നും തലവേദനയില്ല. ഈസി ആയിട്ട് വാട്സപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കഴിയുമെന്നാണ് പുതിയ ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് വന്നിട്ടില്ല. ഈ പറയുന്ന എല്ലാ ഫീച്ചറും വരാൻ പോകുന്ന ഫീച്ചറുകളാണോ. ഇപ്പോൾ തന്നെ പോയി ഫോണിൽ നോക്കിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറയരുത്. വരും ദിവസങ്ങളിൽ ഈ ഒരു ഫീച്ചർ വരുന്നുണ്ട്. ഇനി അടുത്തൊരു കിടിലൻ ഫീച്ചർ എന്ന് പറയുന്നത്, അനാവശ്യമായ ചാറ്റുകളെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. അത് വളരെ ഈസി ആയിട്ട് 3 തരത്തിൽ ബ്ലോക്ക് ചെയ്യാം. ഒന്ന് ചാറ്റിനകത്ത് പോയിട്ട് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള അതിൻ്റെ കോൺടാക്റ്റിൻ്റെ അവിടെ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ പാനലിൽ നിന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഓപ്ഷൻസ് ഇനി അങ്ങോട്ട് പുതിയ വാട്സപ്പ് അപ്ഡേറ്റുകൾ വരുന്നതോടുകൂടി നമ്മുടെ വാട്സപ്പിലേക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു കിടിലൻ ഫീച്ചർ എന്ന് പറയുന്നത് കെപ്റ്റ് മെസ്സേജ്. ഈ അടുത്ത കാലത്ത് വന്നൊരു സംവിധാനമാണ് വ്യൂ വൺസ് മെസ്സേജ്. ഈ ഒരു സംഗതിയിലൂടെ മെസ്സേജുകൾ, ഇമേജുകളും ഫോട്ടോസൊക്കെ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു തവണയെ കാണാൻ പറ്റൂ, അതിൽ കൂടുതൽ കാണാൻ പറ്റില്ല. പക്ഷേ നമുക്കത് ആവശ്യമുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നിയാൽ, വ്യൂ വൺസ് കഴിഞ്ഞ് ഡിലീറ്റ് ആവരുത് എന്ന് തോന്നിയാൽ നമുക്കതിനെ കെപ്റ്റ് മെസ്സേജ് എന്ന സംവിധാനത്തിലൂടെ സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ വ്യൂ വൺസിൽ അയച്ച സംവിധാനം നമുക്ക് അയാളുടെ അനുവാദമില്ലാതെ തന്നെ കെപ്റ്റ് മെസ്സേജിലൂടെ സേവ് ചെയ്യാൻ സാധിക്കുമെന്ന് സാരം. ഇത് കാണണമെങ്കിൽ ചാറ്റ് ഇൻഫോ എന്ന സെക്ഷനിൽ പോകണമെന്ന് മാത്രം, നോർമലി കാണാൻ പറ്റില്ല. അത്ര ഒരു വ്യത്യാസമുള്ളൂ. ബട്ട് കെപ്റ്റ് മെസ്സേജിലൂടെ നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. ഇനി അടുത്തൊരു നല്ല ഫീച്ചർ എന്ന് പറയുന്നത്, വാട്സപ്പിൽ നമുക്ക് വ്യൂ വൺസ് എന്ന് പറഞ്ഞുകൊണ്ട് അയക്കാൻ കഴിയുന്ന മെസ്സേജുകൾ അത് ഫോട്ടോസ്, വീഡിയോസ് അങ്ങനെയുള്ള സംഗതികളാണ്. നോർമൽ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് അയക്കുമ്പോൾ അതിന് ആ വ്യൂ വൺസ് ഓപ്ഷൻ ഇല്ല. അത് എല്ലായ്പ്പോഴും അവിടെ കിടക്കും, വേണ്ടെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ബട്ട് ഇനി അങ്ങോട്ട് നമ്മൾ അയക്കുന്ന ടെക്സ്റ്റിനും വ്യൂ വൺസ് എന്ന സംവിധാനം വരാൻ പോവാണ്. അപ്പം നമ്മൾ അയക്കുന്ന ടെക്സ്റ്റുകളൊക്കെ നമ്മൾ ചാറ്റ് ചെയ്യുന്നു, ഇത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ അത് ഡിലീറ്റ് ആയിക്കൊണ്ടിരുന്നോളും. സോ വളരെ സേഫ് ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചാറ്റ് ചെയ്യാം, നല്ല രീതിക്ക് ചാറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു നല്ല ഫീച്ചർ എന്ന് പറയുന്നത്, ഇപ്പം നമുക്കൊരു നമ്മുടെ വാട്സപ്പ് കുറേ നേരത്തെ നമ്മൾ ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇന്ന ഒരു ഡേറ്റിലത്തെ വാട്സപ്പിൽ വന്ന മെസ്സേജ് നമുക്കൊന്ന് നോക്കണമെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് പിന്നിലേക്ക് ഇങ്ങനെ പോയി കണ്ടുപിടിക്കണം. ബട്ട് ഇനി ആ ബുദ്ധിമുട്ടില്ല. ഏതെങ്കിലും ഒരു ഡേറ്റിലെ ചാറ്റാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ കൃത്യമായിട്ട് ആ ഡേറ്റ് വെച്ചുകൊണ്ട് സെലക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ഈ സംവിധാനം താമസിയാതെ വരും. ഒരുപാട് മെസ്സേജും കാര്യങ്ങളുള്ള ആൾക്കാരെ സംബന്ധിച്ച് പഴയ ഡേറ്റുകളിലെ മെസ്സേജുകൾ കണ്ടെത്താൻ ഏറ്റവും സൗകര്യപ്രദമാണ്. നല്ല ഒരു ഫീച്ചർ. എന്തത് വരാൻ ഇത്ര ലേറ്റായി എന്നുള്ളത് മാത്രമാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളൂ. ഇനി അടുത്തൊരു സംഗതി എന്ന് പറയുന്നത്, ഈ അടുത്ത കാലത്ത് വന്നൊരു സംഗതിയാണ് ലിങ്ക് ഡിവൈസ്. അതായത് നമ്മൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് വാട്സപ്പ് വെബ് ഡെസ്ക്ടോപ്പിലൊക്കെ നമുക്ക് ലോഗിൻ ചെയ്യാൻ കഴിയും. നമുക്കറിയാം ഈസി ആയിട്ട് ഈ വാട്സപ്പിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ ഡെസ്ക്ടോപ്പിൽ അവിടെ നമ്മുടെ ഈ സെയിം വാട്സപ്പ് വർക്ക് ചെയ്യും. ഇതൊക്കെ സെറ്റാണ്. പക്ഷെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ നമ്മുടെ ഫോണിൽ ഈ വാട്സപ്പ് വേണമെങ്കിൽ ലോക്ക് ചെയ്തിടാം, ആ ഒരു പ്രശ്നമില്ല. പക്ഷേ വാട്സപ്പ് ഡെസ്ക്ടോപ്പിൽ നമുക്കത് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നമ്മുടെ വാട്സപ്പുകൾ കാണാൻ ആ ഡെസ്ക്ടോപ്പ് ആക്സസ് ചെയ്യുന്ന എല്ലാവർക്കും സാധിക്കും എന്നുള്ളൊരു അവസ്ഥയാണുള്ളത്. ബട്ട് ഇനി അത് മാറും. കാരണം പുതിയ ഫീച്ചർ നമ്മുടെ വാട്സപ്പ് ഡെസ്ക്ടോപ്പിലും ഈ പറയുന്ന ലോക്ക് സംവിധാനം വരും. പാസ്വേഡ് അടിച്ച് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. പാസ്വേഡ് അറിയുന്നവർ മാത്രം ഓപ്പൺ ചെയ്യാം. ഇനി അടുത്തൊരു നല്ല ഫീച്ചർ ആൻഡ്രോയിഡിലുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അതായത് നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ, വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ നോർമലായിട്ട് ഒരു പിക്ചർ ഇൻ പിക്ചർ മോഡ്, ഒരു ചെറിയ വിൻഡോ ആയിട്ട് വീഡിയോ കോൾ മാറി കിട്ടും. ബട്ട് ഐഫോണിൽ അതില്ലായിരുന്നു. അത് വരുന്നുണ്ട്. iOS യൂസേഴ്സിനെ സംബന്ധിച്ച് ഒരു വിഷമമായിരുന്നു. ആ വിഷമം ഇനി അങ്ങോട്ട് വരും സമയങ്ങളിൽ മാറും. 2023 അതും ഒരു സൊല്യൂഷനായി. ഇനി അടുത്തൊരു സംഗതി, എല്ലാ വാട്സപ്പ് യൂസേഴ്സിനും ഇമ്പോർട്ടൻ്റ് അല്ല, ഡെസ്ക്ടോപ്പിൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് കോളിൻ്റെ ഒരു ടാബ് വരുന്നുണ്ട്. സോ അത് യൂസർ ഫ്രണ്ട്ലി ആണ്, യൂസ്ഫുൾ ആണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിനകത്ത് കോൾ ചെയ്യാൻ പറ്റില്ല. കോളിൻ്റെ ടാബ് ഉണ്ടായിരിക്കും. നമ്മൾ ആൻഡ്രോയിഡിൽ ചെയ്യുന്ന കോളുകളുടെ ഹിസ്റ്ററി ഒക്കെ അവിടെ കാണാമെന്ന് മാത്രം. അതല്ലാതെ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോഴും കൊടുത്തിട്ടില്ല. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഉഷാറായി അല്ലേ. സോ ഇങ്ങനെയാണ് കുറേയധികം ഇൻട്രസ്റ്റിംഗ് ആയ നല്ല യൂസ്ഫുൾ ആയ മാറ്റങ്ങൾ വാട്സപ്പിൽ വരാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ സംഗതികളെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നെ ആയിരുന്നോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.